ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൻ്റെയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് സാനിറ്റൈസറാണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ സാനിറ്റൈസർ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടത് അലോവേരയാണ്. നമ്മുടെ വീടുകളിലെല്ലാം കിട്ടുന്നതാണ് കറ്റാർ വാഴ അല്ലെങ്കിൽ അലോവേര എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഞങ്ങൾ ഇവിടെ അലോവേര വളർത്താറുണ്ട്. അപ്പോൾ ഇതിന്ന് നമുക്ക് ഇതുപോലൊരു പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കഴുകിയിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് കഴുകിയെടുക്കാം നല്ല വൃത്തിയായിട്ട്, കാരണം ഇതിൽ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് വൃത്തിയായി കഴുകിയെടുക്കാം. ഇനി നമുക്കിത് മുറിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ തൊലിയൊന്ന് മുറിച്ചെടുക്കണം. നമുക്ക് ആദ്യം ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇത് മുള്ളുപോലെയുള്ള ഇതാണ് സൈഡിൽ, അപ്പോൾ അത് നമുക്ക് മുറിച്ചെടുക്കാം. അത് ആവശ്യമില്ല. രണ്ട് സൈഡ് ഇതുപോലെ മുറിച്ചെടുക്കാം. പിന്നെ സാധാരണ നമ്മൾ ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് കിട്ടും അലോവേര ജെല്ലെന്ന് കൊണ്ട്, അത് വേണമെങ്കിൽ വാങ്ങി ചെയ്യാം. പക്ഷേ അതിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണത്. പിന്നെ അത് ഒരിക്കലും ചിലപ്പോൾ നാച്ചുറൽ ആയിരിക്കില്ല. ഇതാകുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിൽ തന്നെ അലോവേര ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് തൊലി കളഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പൂൺ ഇതുപോലെ എടുത്തിട്ട് നമുക്കിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഒരു സൈഡ് തൊലി കളഞ്ഞാൽ മതി, രണ്ട് സൈഡും കളയണ്ട. ഒരു സൈഡ് കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണതായിരിക്കും ഈസി നമുക്ക്. ഇത് നന്നായിട്ട് ഇതിലത്തെ ജെല്ല് മൊത്തം നമുക്ക് ഇത് ചെയ്തെടുക്കാം. അങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അലോവേര നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ള് ജെല്ല്. നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കണം, കാരണം ഇതിൽ കുറേ ഇങ്ങനെ കട്ടിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞു. നമുക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു 5 സ്പൂണിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഇത്. എന്നിട്ട് നമുക്ക് അടുത്തെടുക്കാൻ പോണത് ഇതാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഷേവിങ് ലോഷനാണ്. നമുക്ക് ഹെർബൽ ഷേവിങ് ലോഷനാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് പല സാനിറ്റൈസേഴ്സ് മേക്കേഴ്സും ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതെടുക്കും. ഇത് വെറും 30 രൂപയുള്ളൂ. നമുക്ക് കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ 30 രൂപയ്ക്ക് കിട്ടും. ഹോൾസെയിലൊക്കെ 20 രൂപ ഉണ്ടാവുള്ളൂ. ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുകയാണ്. അതേപോലെ ഇതിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ട്, നല്ലൊരു മണമുണ്ട്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ ഫ്ലേവറിന് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല സ്മെല്ലിന്. അപ്പോൾ നമുക്കിതെടുക്കാം. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് ചേർത്തേണ്ട അളവ് എന്ന് വെച്ചാൽ 1:3 റേഷ്യോയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് എത്രയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇൻറ്റു 3 ടീസ്പൂൺസ് ഇതെടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ ഒരു 5 സ്പൂണാണ് എടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മളൊരു 15 സ്പൂൺ ഇതെടുക്കാൻ പോകണം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, അതായത് അലോവേര യൂസ് ചെയ്യാൻ കാരണം അലോവേര എപ്പോഴും മോയ്സ്ചറായി വയ്ക്കും കൈ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് ലോഷൻ മാത്രം അല്ലെങ്കിൽ ഷേവിങ് ലോഷൻ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് ഡ്രൈ ആവും കൈ. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അലോവേര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ സാനിറ്റൈസർ. നമുക്കിനി ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശരി, നമുക്കപ്പോൾ ഈ ഫണൽ വെച്ചിട്ട് നമുക്ക് നിറയ്ക്കാം അതിൻ്റെ ഉള്ളിലേക്ക്. കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ട്, കാരണം ഇതിൻ്റെ ഓൾറെഡി ഷേവിങ് ലോഷന് നല്ല മണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇത് ഇങ്ങനെ അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സാനിറ്റൈസർ റെഡി ആയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ഇതുപോലെ കയ്യിലേക്ക് എടുക്കാം. എന്നിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തും ആക്കാം. നല്ല മണമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഇത് വീട്ടിൽ കറക്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഇത് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ പോലെ തന്നെ നിങ്ങളൊരു പോക്കറ്റ് സൈസിലുള്ള ഒരു കുപ്പിയിലാണ് നിറയ്ക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ ഓരോ ഇടവേളകളിൽ നമുക്കിത് മാറി മാറി തേക്കുക. പിന്നെ ഇത് തേച്ചു എന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പ് എന്തായാലും കൈ കഴുകേണ്ടതാണ്, കാരണം ഇത് അകത്തോട്ട് പോകുന്നത് അത്രയ്ക്ക് നല്ലതല്ല. എന്തായാലും ഇത് ഒന്ന് എല്ലാവരും ഇത് യൂസ് ചെയ്യുക, ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് തുരിതരെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മൾ വരയ്ക്കും. നമ്മുടെ ക്യാമറമാൻ ഫ്രീ ആയപ്പോൾ ഇറ്റ്സ് മ്യൂസിയ. ചേട്ടാ.